Hello മക്കളെ, ദാ ക്വസ്റ്റ്യൻ നോക്കിക്കേ. The proportion of plants that were dwarf and tall respectively in F2 generation of Mendel experiments. അപ്പോൾ നമുക്ക് ആദ്യം F2 ജനറേഷനിൽ ഇവരുടെ എന്തൊക്കെ പ്രോജനീസ് ആണ് വന്നതെന്ന് അറിയണം. ആ പ്രോജനീസിനെ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ഒരു പ്രൊപ്പോർഷൻ എന്നും കൂടെ നമുക്കിപ്പോൾ അറിയാം. ഓക്കെ, നമുക്ക് ആദ്യം മെൻഡൽ എടുത്ത് എന്താ പ്യൂർലൈൻ പേരൻസിനെ എടുത്തു, അവരെ തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്തു. അവരെ ഹൈബ്രിഡൈസ് ചെയ്തിട്ട് ഫസ്റ്റ് ജനറേഷൻ ഉണ്ടാക്കി അല്ലേ, F1 ജനറേഷൻ ഉണ്ടാക്കി. F1 ജനറേഷൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിനെ തന്നെ സെൽഫ് ക്രോസ് ചെയ്തല്ലേ, സെൽഫ് ക്രോസ് ചെയ്തിട്ട് എന്ത് കിട്ടി നമുക്ക്? ദാ ടി ടി കൊടുത്തു, ക്യാപിറ്റൽ ടി സ്മോൾ ടി കൊടുത്തിട്ട് നമുക്ക് എന്ത് കിട്ടി? ക്യാപിറ്റൽ ടി ഒരു പാരന്റ് കിട്ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി ഒരു ഓഫ് സ്പ്രിങ് കിട്ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി വേറൊരു ഓഫ് സ്പ്രിങ് കിട്ടി, സ്മോൾ ടി നമുക്ക് വേറൊരു ഓഫ് സ്പ്രിങ്ങും കൂടെ കിട്ടി. അപ്പോൾ നോക്കിയാൽ നമുക്ക് 4 ഓഫ് സ്പ്രിങ്ങാ കിട്ടിയിരിക്കുന്നതിൽ. ഔട്ട് ഓഫ് ദി 4 ഓഫ് സ്പ്രിങ്സ് നമുക്ക് എത്ര പേര് ടോൾ ആയിരുന്നടാ? 3 പേര് ടോൾ ആയിരുന്നു, ഒരാൾ മാത്രമാണ് ഡോർഫ് ആയത് അല്ലേ. 4ല് 3ഉം എന്തായിരുന്നു? ടോൾ ആയിരുന്നു, ഒരാൾ മാത്രമാണ് എന്തായത്? ഡോർഫ് ആയത് അല്ലേ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ നമ്മുടെ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 3:1 അല്ലേ നമ്മുടെ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം ഈ കൊടുത്തിരിക്കുന്നത് ഔട്ട് ഓഫ് നമ്മുടെ ടോൾ പ്ലാന്റ്സ്, ഔട്ട് ഓഫ് 4ല് 3 ഔട്ട് ഓഫ് 4 were tall plants and 1 out of 4 was a dwarf plant. ഓക്കെ, ഇനി ഇതിൽ നോക്കിയിട്ട് ഉത്തരം പറഞ്ഞേടാ, ഏതാടാ ആൻസർ? നമ്മുടെ ടി നോക്കിയേ 1/4. അവർ ചോദിച്ചിരിക്കുന്നത് എന്താ? പ്ലാന്റ്സ് ദാറ്റ് were dwarf and tall ആ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം ഡോർഫ് പറയണം, രണ്ടാമത് ടോൾ പറയണം. അപ്പൊ ആൻസർ എന്താ മക്കളെ വരുന്നത്? ആൻസർ നോക്കിയേ ഓപ്ഷൻ എ അല്ലേടാ. 1/4 ഡോർഫ് പ്ലാന്റ്സും 3/4 എന്തായിരുന്നു? ടോൾ പ്ലാന്റ്സും ആയിരുന്നില്ലേ. അപ്പൊ അത് വളരെ സിമ്പിൾ അല്ലായിരുന്നോ മക്കളെ? അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. ഓക്കെ, ബൈ.